ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥലം നിൽക്കുന്നത് കേരളത്തിലാണ്, വയനാട്ടിലാണ്, പുൽപ്പള്ളിയിലാണ്. ആ പുൽപ്പള്ളിയിൽ ഒരു ചന്ദനത്തോപ്പ്, അതോടൊപ്പം ഗുഹയടക്കമുള്ള ഒരു റിസോർട്ട്, അങ്ങനെ ഒരു വലിയ പദ്ധതിയുമായിട്ട് രംഗപ്രവേശം ചെയ്ത നിഷാദ് അബൂബക്കർ എന്ന അദ്ദേഹം വിജയക്കുറി താട്ടിക്കൊണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ആദ്യത്തെ റിസോർട്ടിൻ്റെ. ആ സന്ദർഭത്തിലാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളത് 2 ഗസ്റ്റുകളാണ്. ഒന്ന് മുജീബ് റഹ്മാൻ, ഒരു സിനിമാ നിർമ്മാതാവാണ്. അതേപോലെ അൻവർ മേത്തർ, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, പൊതുപ്രവർത്തകനും മനുഷ്യാവകാശ പ്രവർത്തകനാണ്. ഇപ്പോൾ ശ്രീ നിഷാദ് അബൂബക്കറിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഞങ്ങൾ 3 പേരും അദ്ദേഹത്തോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ചോദിക്കാം, ഈ പദ്ധതിയുമായിട്ട് താങ്കൾ രംഗപ്രവേശം ചെയ്ത് ധാരാളം കഷ്ടപ്പാടുകളും വിഷമങ്ങളൊക്കെ സഹിച്ച് അവസാനം ഇന്ന് ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് കേരളത്തിൽ കൊണ്ടുവന്നത് വിജയിപ്പിക്കാന്ന് വെച്ചാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. അതും ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം വാങ്ങാനും അതോടൊപ്പം തന്നെ ഈ ആളുകൾ പായിക്കുന്ന സാൻഡൽവുഡ് കൾട്ടിവേഷൻ അത് ചെയ്യാനും അതോടൊപ്പം തന്നെ അതിൽ ഇത്തരത്തിലുള്ളൊരു കേവ് റിസോർട്ട് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ചിലരൊന്നല്ല. ഈ പ്രൊജക്റ്റ് തുടങ്ങി 8 മാസത്തോളമായിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് 4ാമത്തെ ഉദ്ഘാടനമാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത്. ഇപ്പം സാറ് കണ്ടിട്ടുണ്ടാവും, ഏകദേശം 41 നമ്മളെ ഡിസംബർ 31 വേണ്ടി ഉദ്ഘാടനത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ജനുവരി 31 കൂടി വാടകയ്ക്ക് റെൻ്റ് ഔട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്ത് എല്ലാവരോടും നന്ദിയാണ് പറയാനുള്ളത്. കാരണം ഒരുപാട് ഓൺലൈൻ മീഡിയ ഒരുപാട് സപ്പോർട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാതൃഭൂമി പത്രം, മാധ്യമം, കേരള കൗമുദി, ദീപിക, ഇവരൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തവരാണ് എന്തായാലും. അതോടൊപ്പം തന്നെ കൈരളി TV, 24 ന്യൂസ്, ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെയാണ്.